ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. എന്നോട് 2-3 പേര് സംശയം ചോദിച്ചിരുന്നു, സീരീസ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളിൽ കുറച്ചും കൂടി വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്ന്. അത് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടും സീരീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം പ്രോബ്ലം നമ്പർ 8 ആണ്. പ്രോബ്ലം നമ്പർ 8, ടെസ്റ്റ് ഫോർ ദി കൺവേർജൻസ് ഓഫ് ദി ഗിവൻ സീരീസ്. നമുക്ക് തന്നിരിക്കുന്ന സീരീസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ സമ്മേഷൻ n = 52 to infinity an. ഇവിടെ എയും കൊടുത്തിരിക്കുന്നത് n⁴ മൈനസ് 3n + 5 ഹോൾ ഡിവൈഡഡ് ബൈ 2 × n⁵ പ്ലസ് 5n⁵ മൈനസ് n² എന്നാണ്. എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് തോന്നുക. മുകളിലെ ന്യൂമറേറ്ററും താഴെ ഡിനോമിനേറ്ററിലും നമുക്ക് ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി വരുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതെപ്പോഴും പോസിറ്റീവാണ് വരുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം n സ്റ്റാർട്ട് ചെയ്യുന്നത് 52 നിന്നാണ്. അപ്പോൾ 52 n തുടങ്ങുകയാണെങ്കിൽ if n is 52, then what would be the ആൻസർ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇത് നമുക്ക് നൽകുക ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നൽകുക ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻ n 52 കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 9.6 സംതിങ് ആണ്. അത് × 10⁻⁻3, അതായത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇതുപോലെ n = 53 എടുത്താലും ടിൽ ഇൻഫിനിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ടേംസ് വരും. n = 52 താഴെ അല്ലെങ്കിൽ 51, 50 എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് വരുമെന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് n = 52 to infinity വരെയുള്ള ഈ an ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഒരു പോസിറ്റീവാണ് ഈ സംഭവം. അതായത് a52 + a53 + a54 പ്ലസ് ഇങ്ങനെ പോകും. ഇതൊക്കെ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. സോ സമ്മും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് n → infinity an/bn = sum L. If L is greater than 0, then the both series either converge or diverge together. ഇതാണ് നമ്മൾ തെളിയിക്കാനായിട്ട് പോകുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം അതിന് വേണ്ട റിക്വയർമെൻറ്റ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. സമ്മേഷൻ എനും സമ്മേഷൻ ബി എൻ നമ്മളൊരു സീരീസ്, ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്, സീരീസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന സീരീസ് എന്ന് പറയുന്നത് ബി എൻ ആണ്. bn = 1/n. അത് എടുക്കുന്നതിൻ്റെ ഔചിത്യം പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ an ഇതാണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഗ്രേറ്റർ പവർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് പവർ അല്ലെങ്കിൽ ന്യൂമറേറ്ററുടെ ഡിഗ്രി 4ഉം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 5ഉം ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആകെ തുക ഈ ഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ ഈ റാഷണൽ ഫങ്ഷൻ അല്ല, റാഷണൽ പാർട്ടിൻ്റെ ആകെ തുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1/n എന്ന് വരും.
സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് summation bn is equal to summation n equal 52 to infinity 1 by n ആണ്. So what is then we have to do? By apply limit comparison test. നമ്മളിവിടെ കണ്ടു ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അനുസരിച്ച് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് an is equal to n raised to 4 minus 3n plus 5 by 2 raised to 5 plus 5n cube minus n square നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. bn കൺസിഡർ ചെയ്യുന്നത് 1 by n. സോ ഇൻ ദിസ് കേസ് നമുക്ക് കിട്ടുക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an by bn is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 4 minus 3n plus 5 divided by 2n raised to 5 plus 5n raised to 3 minus n square divided by 1 by n. ഡിവൈഡഡ് ബൈ 1 by n എന്ന് പറയുമ്പോൾ ഇൻറ്റു n എന്ന് നമുക്ക് എഴുതാം. സോ ഇൻറ്റു n. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 5 ആവും n raised to 4 ഇൻറ്റു n raised to 4 minus 3n plus 5 ഇൻറ്റു n. സോ n raised to 4 n raised to 5 ആവും മൈനസ് 3n മൈനസ് 3n സ്ക്വയർ ആവും പ്ലസ് 5 പ്ലസ് 5n ആവും. ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഇല്ല. സോ വി വുഡ് ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 5 minus 3n square plus 5 whole divided by 2n raised to 5 plus 5n cube minus n square എന്ന് വരും. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n raised to 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇൻറ്റു 1 by n raised to 5 കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ by n raised to 5. So while dividing by n raised to 5 we would get in the numerator 1 minus 3n square by n raised to 5. So we would get minus 3 by n cube plus 5n by n raised to 5. So we would get plus 5 by n raised to 4 whole divided by denominator 2 plus 5 by n square 5 n cube by n raised to 5. So 5 by n square minus 1 by 1 n square by n raised to 5. So we would get 1 by n cube. So minus 1 by n cube എന്ന് നമുക്ക് കിട്ടും. സോ ലിമിറ്റ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ when n tends to infinity 3 by n cube 5 by n raised to 4 5 by n square 1 by n cube ഇതെല്ലാം സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. സോ നമുക്ക് എന്ത് മാത്രം വരും 1/2 ലിമിറ്റ് മാത്രമായിട്ട് വരും. 1/2 ലിമിറ്റ് വരും. സോ നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ സമ്മേഷൻ an and സമ്മേഷൻ bn കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ. ഇനി സമ്മേഷൻ bn എന്താണ്? സമ്മേഷൻ n equal to 52 to infinity 1 by n ആണ്. എന്താണ് ഇവിടെ സമ്മേഷൻ n equal to 52 to infinity 1 by n? 1 by n is a divergent series. അതൊരു ഹാർമോണിക് സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡൈവേർജൻറ്റ് സീരീസ് ആയിരിക്കും. ഡൈവേർജൻറ്റ് സീരീസ് ആയതുകൊണ്ട് ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് summation n equal to 52 to infinity an also diverges. ഇത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ തെളിയിച്ചത്. ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഡൈവേർജൻസ് പോലെ ടെസ്റ്റ് ചെയ്യാനായി എടുത്ത സീരീസ് അല്ല, ഏത് സീരീസാണ് നമുക്ക് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നറിയുക, ആ സീരീസിൻ്റെ ബിഹേവിയർ നമുക്ക് ടെസ്റ്റ് സീരീസിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് കിട്ടും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സമ്മേഷൻ an and സമ്മേഷൻ bn ഷുഡ് ബി ഓഫ് പോസിറ്റീവ് ടേംസ്. ഇവിടെ രണ്ട് പോസിറ്റീവ് ടേംസ് ആണ്. സോ വി ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ദി സീരീസ് ഡൈവേർജസ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക്, അതായത് 9ാമത്തെ പ്രോബ്ലത്തിലേക്ക്, തൊട്ടടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അതും ടെസ്റ്റ് ഫോർ ദി കൺവേർജൻസ് ഓഫ് ദി ഗിവൻ സീരീസ് തന്നെയാണ്. ഇവിടെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്
summation n equal to 0 to infinity 5 raised to n by n factorial. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക സമ്മേഷൻ n equal to 0 to infinity an എന്ന് പറയുന്നത് 5 raised to സമ്മേഷൻ n equal to 0 to infinity 5 raised to n by n factorial ആണ്. ഇവിടെ എന്താണ്, ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുക? നമുക്ക് ഒട്ടനവധി ടെസ്റ്റുകൾ ഉപയോഗിക്കാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാർഷ്യൽ സംസ് ഉപയോഗിക്കാം. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് കിട്ടുക റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും. കാരണം 5 raised to n by n factorial. എന്താണ് റേഷ്യോ ടെസ്റ്റ്? റേഷ്യോ ടെസ്റ്റ് പറഞ്ഞു, ലിമിറ്റ് n tends to infinity mod an plus 1 by an is equal to some L which is less than 1 it converges, greater than 1 or equal to infinity it diverges. If it is equal to 1, it is the test is inconclusive, so we can't say. We have to use another test. ഇതാണ് റേഷ്യോ ടെസ്റ്റ്. മാത്രമല്ല an should be of positive terms. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ് എടുക്കുന്നത്. സോ നമുക്കറിയാം 5 raised to n by n factorial എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം 5 ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൺ 5 അല്ലെങ്കിൽ 5 പവർ n പോസിറ്റീവ് ആയിരിക്കും. n ഫാക്ടോറിയൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ രണ്ട് പോസിറ്റീവ് ടേംസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ടേം തന്നെ കിട്ടും, പ്രൊവൈഡഡ് ദാറ്റ് n ഫാക്ടോറിയൽ നോട്ട് ഈക്വൽ ടു 0. n ഫാക്ടോറിയൽ 0 ആവുകയുമില്ല. സോ an-ഉം an plus 1-ഉം അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിരിക്കും. സോ ലിമിറ്റ് n tends to infinity mod an plus 1 by an നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് ലിമിറ്റ് n tends to infinity mod an plus 1 by an? So limit n tends to infinity ന്യൂമറേറ്ററിലെ നമ്മൾ നോക്കുകയാണ്. ന്യൂമറേറ്റർ അല്ലെങ്കിൽ രണ്ട് പാർട്സ് ആക്കിയിട്ട്, അല്ലെങ്കിൽ an plus 1 എന്ന് പറയുന്നത് ഇവിടെ 5 raised to n plus 1 by n plus 1 whole factorial divided by 5 raised to n by n factorial എന്ന് എഴുതണം. ആദ്യം അതാണ് സ്റ്റെപ്പ്. തുടർന്ന് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. 5 raised to n plus 1 by n plus 1 whole factorial into n factorial by 5 raised to n ഇവിടെ ചെയ്തതുപോലെ. തുടർന്ന് നമ്മൾ ലിമിറ്റ് n tends to infinity 5 raised to n plus 1 by 5 raised to n അതിനെ നമ്മൾ ഒറ്റ ടേമാക്കി, ഒറ്റ ഫ്രാക്ഷനാക്കി. തൊട്ടടുത്ത് n ഫാക്ടോറിയൽ ബൈ n plus 1 ഹോൾ ഫാക്ടോറിയൽ. നമുക്കറിയാം 5 raised to n plus 1 എന്ന് പറയുന്നത് 5 raised to n into 5 ആണ്. താഴെ 5 raised to n ഉണ്ട്. സോ 5 raised to n and 5 raised to n ക്യാൻസൽ ഈച്ച് അതർ. സോ നമുക്ക് ന്യൂമറേറ്റർ, ആ ടേമിൻ്റെ ന്യൂമറേറ്ററിൽ കിട്ടുക 5 ആയിരിക്കും. ഇനി തൊട്ടപ്പുറത്തുള്ള ടേം n ഫാക്ടോറിയൽ ബൈ n plus 1 ഹോൾ ഫാക്ടോറിയൽ. എന്താണ് n plus 1 ഹോൾ ഫാക്ടോറിയൽ? n plus 1 into n factorial. So n factorial by n plus 1 into n factorial എന്തായിരിക്കും? n factorial by n plus 1 into n factorial. n factorial and n factorial ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് ആ പാർട്ടിൽ അല്ലെങ്കിൽ ആ ടേമിനെ കിട്ടുക 1 by n plus 1 ആണ്. സോ നമ്മൾ ഈ റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്ത് എത്തിച്ചത് ലിമിറ്റ് n tends to infinity 5 by n plus 1 എന്നാണ്. 5 is a constant, we can take it outside. So 5 into limit n tends to infinity 1 by n plus 1. എന്താണ് ലിമിറ്റ് n tends to infinity 1 by n plus 1? If n tends to infinity 1 by n and 1 by n plus 1 or 1 by n plus 2, 1 by n plus 3, whatever terms, similar terms all converges to 0. 0ലേക്കാണത് ടെൻഡ് ചെയ്യുക. It limits to 0. So we would get limit n tends to infinity 1 by n plus 1 is equal to 0. So 5 into 0, 5 into 0 is 0. So by ratio test
വി ഹാവ് ഫൗണ്ട് ദാറ്റ് എൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് 0 ആണ്. 0 ആയതുകൊണ്ട് തന്നെ 0 ഈസ് ലെസ് ദാൻ 1. ഇഫ് 0 ഈസ് ലെസ് ദാൻ 1, then the series converges by the ratio test. So that's the end of this session. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലായിട്ടുള്ള സ്നേജോസ് മാഗ്നിഫിക്കാറ്റ് എന്ന ഈ ചാനലിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളവരോട് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. Thank you all for listening my video.